അതെപ്പോഴും ഒരു മുതിർന്നയാൾ നമുക്കൊരു കാര്യം പറഞ്ഞു തരുന്നതും ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു തരുന്ന വ്യത്യാസമുണ്ട്. അതായത് നമ്മളൊരു ഒരു ക്ലാസ് റൂമിൽ ഒരു 40 പിള്ളേർ ഒരു അധ്യാപകം പഠിപ്പിക്കുമ്പോൾ ആ 40 പേർക്ക് അധ്യാപകം പറഞ്ഞു കൊടുക്കുന്ന ഒരേ ലെവൽ ഒറ്റ കാര്യമുള്ളൂ. പക്ഷെ 40 പേര് അത് ഉൾക്കൊള്ളുന്നത് പല വിധത്തിലാണ്. അല്ലെങ്കിൽ 40 പേർക്ക് ഒരേ മാർക്ക് കിട്ടേണ്ടതല്ലേ? ഉം. അവർക്ക് ഒരേ മാർക്ക് കിട്ടുന്നില്ല ഒരിക്കലും. ശരി. 40 വിധത്തിൽ അവർ മനസ്സിലാക്കുന്നത് അത് അവരുടെ കഴിവുകൊണ്ട് അല്ലെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. അതുപോലെ നമുക്കിപ്പം ജോർജ് സാർ പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ മധു സാർ പറഞ്ഞു തരുന്നത് വേറൊരു ലെവലിലാണ്. ആ. ഇന്നത്തെ തലമുറ നമുക്ക് വരുന്നത് വേറൊരു വിധത്തിലാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഇവരെ നമ്മൾ കുറച്ചുകൂടെ ബഹുമാനത്തോടെ കാണുന്നത്. മറ്റേത് നമ്മളെക്കാളും പ്രായം കുറഞ്ഞത്. അപ്പം നമുക്ക് അതുപോലെ ഒരു ചെറിയ അടുപ്പം വരും. പക്ഷെ ഇവരെയൊക്കെ നമ്മൾ ഒരുപാട് മുകളിലാണ് കാണുന്നത്. ഒരു പേടിയോട് കൂടി കാണുന്നതാണ്. അതെ. ആ പേടിയോട് കൂടി കാണുമ്പോൾ തന്നെ അതിനൊരു ബഹുമാനവും അത് നമ്മൾ അതിലേക്ക് അടുത്ത് ചെല്ലാനായിട്ട് ഒരു പേടിയോട് കൂടി സമീപിക്കും. അതാണ് അതിന്റെ വ്യത്യാസം നമ്മൾ കാണുന്നത്. തുടക്കത്തിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നോ? ഇല്ല, ആദ്യം വന്ന ദിവസം തന്നെ ഞാൻ ഒരു ദിവസം എനിക്ക് വർക്കില്ലായിരുന്നു. ഞാനും ഗോവൻ ചേട്ടൻ ഒരുമിച്ചാണ് വരുന്നത്. ഒരു ദിവസം വർക്കില്ലായിരുന്നു. രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ വരുന്നത് കാണുന്നത്. അപ്പൊ ഇവര് ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും തലേ ദിവസം. പക്ഷെ ആദ്യം ഒരു സീൻ എടുത്തപ്പോൾ നമുക്കൊരു പേടിയുണ്ടായിരുന്നു. എങ്ങനെയാകും ഇവരെങ്ങനെ നമ്മളോട് തിരിച്ച് പറയും എന്നുള്ള സ്ക്രിപ്റ്റ് തന്നു, പഠിച്ചു. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും കുഴപ്പമില്ലായിരുന്നു. സ്ട്രിക്റ്റ് ആയ ഡയറക്ടർ ആണോ? അല്ലല്ല, ഒരു നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല ഡയറക്ടർ. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒക്കെ കരിപ്പിനെയൊക്കെ കണ്ട് ആവേശം കയറിയിട്ടുള്ള ആളാണ് ജയൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്ര ജീവനായിരുന്നു ജയനൊക്കെ. അപ്പൊ ജയൻ എഴുതി കൊടുത്ത ആ തൂലിക എന്ന് പറയുന്ന കഥ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് സീമ, ബാലജയ നായർ, പപ്പു, അങ്ങനെ മലയാളം കണ്ട ഏറ്റവും നല്ല നടന്മാരെ വെച്ചും നടികളെ വെച്ചും സ്ക്രിപ്റ്റ് എഴുതിയ ആളാണ്. അപ്പൊ അവരുടെ ഒരു ഡയലോഗ് പറയാന്ന് പറഞ്ഞ ഭാഗ്യമായിട്ട് ഞാൻ കണ്ടത്.